പീനട്ട് ചിക്കൻ ഉണ്ടാക്കാം. ചീനച്ചട്ടി ചൂടായി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 3 ഇഞ്ച് ഇഞ്ചി കഷ്ണം ചെറുതാക്കി നുറുക്കിയത് വഴറ്റാം. ഇത്തിരി നിറം മാറിയിട്ട് പച്ചമണം മാറുമ്പോൾ 10 അല്ലി വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് നുറുക്കിയതും കൂടെ ചേർക്കാം. സബോള 3 എണ്ണം നീളത്തിൽ കനം കുറച്ച് നുറുക്കിയത് ഒന്ന് വഴറ്റാം. ഇപ്പൊ നല്ലോണം വഴന്നിട്ടുണ്ട്. 2 ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ഹീപ്പ് ടീസ്പൂൺ മുളക് പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ മസാലപ്പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് എല്ലാം യോജിപ്പിക്കാം. അതിനു മുമ്പ് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ചിക്കനിന് ഇത്തിരി വെള്ളം ഇറങ്ങും വേകുമ്പോൾ, അതുകൊണ്ട് കരിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 2 മിനിറ്റും കൂടി വേവട്ടെ. അടച്ചെന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. വെള്ളം പാകത്തിന് വറ്റി. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. പരത്തി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വറക്കാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളികേരം 1 കപ്പ് കൂടി ചേർക്കാം. ചെറിയ ഗോൾഡൻ കളറായി. ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. നല്ല മയത്തിൽ അരച്ചെടുക്കണം. ചിക്കനിലേക്ക് വേണ്ട ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ചേർത്തു. ഇനി അരപ്പിലേക്ക് വേണ്ടത് ഇപ്പൊ ചേർക്കാം. അപ്പൊ അങ്ങനെ തരിതരിപ്പായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെയാക്കാം. കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടും കൂടി എടുക്കാം. അപ്പൊ ചിക്കനിലെ വെള്ളം വറ്റി അരപ്പൊഴിക്കാൻ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ ഫൈനൽ സ്റ്റേജിൽ ചേർത്ത് നല്ല മണം ഉണ്ടാവും ഗ്രേവിക്ക്. ഓഫ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ്. 10 ഉള്ളി നുറുക്കിയത് ചേർത്തിട്ട് വഴറ്റാം. ഇനി 2 തണ്ട് കരുവേപ്പില, 4 ചുവന്ന മുളക് കഷ്ണാക്കിയത് ചിക്കനിലേക്ക് ഒഴിക്കാം. ഉള്ളിയും മുളകും കരുവേപ്പിലയും എല്ലായിടത്തേക്കും ആവണ പോലെ യോജിപ്പിക്കാം. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയതാണ് ഈ വിഭവം.